നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ വാങ്ങിച്ച് ഞാനിത് പാക്കറ്റ് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ചിലത് മാത്രം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്, അല്ലാത്തതൊന്നും പൊട്ടിച്ചിട്ടില്ല. അതൊക്കെ നമുക്കിപ്പോൾ പൊട്ടിക്കാം. വീട്ടിലെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അല്ലാതെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യം തന്നെ ഞാൻ പറയാം, ഇതൊന്നും പ്രൊമോഷനല്ല. ഞാൻ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്ന പോലെ പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ പൊളിച്ചു വെച്ച സാധനം കാണിക്കാം കേട്ടോ. മെഷറിംഗ് കപ്പാണ്. എൻ്റെ മെഷറിംഗ് കപ്പ് ചീത്തയായിപ്പോയി. അതിങ്ങനെ അതിൻ്റെ കളറ് പോയിട്ടുണ്ടായിരുന്നില്ലേ, ഭയങ്കര റേറ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറഞ്ഞ വിലയ്ക്ക് ഞാൻ മെഷറിംഗ് കപ്പ് വാങ്ങിച്ചു കേട്ടോ. ഈ ഒരു കളറാണ്, ബ്ലാക്കും സിൽവറും കൂടെ ഉള്ള കളർ. ഇത് എത്ര കാലം ലാസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വീഡിയോയിൽ പറയാം മോശമായിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ആസ് ഓഫ് നൗ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ കുറച്ചായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ 248 രൂപയാണ്. ഞാൻ മറ്റേ ഗോൾഡൻ കപ്പും മെഷറിംഗ് കപ്പും സ്പൂണും വാങ്ങിച്ചത് 2500 അങ്ങനെ എന്തോ ആയിരുന്നു. 10x ഇതിനെ കഴിഞ്ഞും കൂടുതലാണ്. പക്ഷെ അത് അത്ര ലാസ്റ്റ് ചെയ്തില്ല. ഇത് എത്ര ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ഇതുവരെ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. സ്പൂണിനൊരു ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂണും 1/2 ടേബിൾ സ്പൂണും പിന്നെ 1 ടീസ്പൂണും 1/2 ടീസ്പൂണും ആണുള്ളത്. 1/4 ടീസ്പൂൺ ഇല്ല. അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂണിൻ്റെ പകുതി 1/4 ടീസ്പൂൺ എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് കൂടുതലും 1/2 ടീസ്പൂണും 1/4 ടീസ്പൂണും ഒക്കെ ആവശ്യം വരാറ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. പക്ഷേ അതിനൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അല്ലാതെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത സാധനം കാണാം. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് അടുക്കളയിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ഇല്ലേ, നമ്മുടെ ക്യാരി ബാഗുകൾ ഒക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് ഒന്നുമില്ല. എല്ലാം കൂടെ ഞാനൊരു ബോക്സിലിട്ട് കൂട്ടി വെക്കുമായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ ഒരു എളുപ്പത്തിന് ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് തൂക്കിയിടാമല്ലോ, എവിടെ വേണേലും നമുക്ക് തൂക്കിയിടാം. അപ്പോൾ നമുക്കിതിൽ നിറച്ചും പ്ലാസ്റ്റിക് കവർ ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണേൽ വലിച്ചെടുക്കാം, അടിയിൽ കൂടെ വേണേൽ വലിച്ചെടുക്കാം. അങ്ങനെയുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ തൂക്കിയിടാം. മാഗ്നറ്റിൻ്റെ ആ ഒരു ഹാങ്ങറൊക്കെ ഉണ്ടല്ലോ, കൊച്ച് സ്റ്റിക്ക് ചെയ്യുന്നത്, അതൊക്കെ വേണമെങ്കിൽ വെച്ച് അതിൻ്റെ മേലെ തൂക്കിയിടാം. വെയിറ്റ് ഇല്ലല്ലോ, എടുക്കാനും ഒക്കെ എളുപ്പമാണ്. ഇനി അടുത്ത സാധനം എന്താ നോക്കാം. ക്ലിപ്പുകളാണ് കേട്ടോ. ഈ ക്ലിപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ എന്തെങ്കിലും പൊടികളോ പാക്കറ്റിൽ വരുന്ന സ്നാക്സൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് ചുരുട്ടി കൂട്ടി കെട്ടി വെക്കില്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് ഈ ക്ലിപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ഫിറ്റായിട്ടിരുന്നോളൂ. പല സൈസിൽ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് ഉപയോഗിച്ചു, ഈ ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് നമ്മളിപ്പം ക്ലിപ്പ് ഇടുമ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ടില്ലയോ എന്ന് സംശയം തോന്നാം കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് കുറച്ച് വലുപ്പത്തിൽ ആക്കിയതിന് ശേഷം ഇതിട്ട് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടിരുന്നോളൂ. ഇല്ലെങ്കിൽ ചിലത് എയർ ടൈറ്റ് ആയിട്ടിരിക്കുന്നില്ലയോ എന്ന് സംശയം തോന്നും. ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് സാധനങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ നിങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നതൊക്കെ ആയിരിക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചു, അത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ മൊത്തം 18 എണ്ണം ഉള്ളത്. അപ്പോൾ 3 സൈസിൽ അവൈലബിൾ ആണ്. അടുത്തത് കിച്ചണിലേക്കൊക്കെ ആവശ്യമുള്ള നൈഫ് ഹോൾഡറാണ്. നമുക്ക് ചുമരിൻ്റെ മുകളിൽ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൊളുത്തുകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇത്രയും കൊളുത്തുകൾ വേണ്ടാന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇതുപോലത്തെ ഒരു ടവൽ ഹോൾഡർ ഉണ്ട്, അത് വേണമെങ്കിൽ ഇതിൽ ഫിറ്റ് ചെയ്യാം. ഞാൻ വെക്കുന്നില്ല, എന്ന് വെച്ചാൽ ചെറിയൊരു ഹോൾഡറാണ്, ടവലിട്ട് അത് മതിയാവില്ല. പിന്നെ അത് മാത്രമല്ല കൂടുതൽ ആവശ്യം എനിക്ക് ഈ ഹുക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഹുക്ക് തന്നെ വെച്ചതാണ്. ഇതെല്ലാം കൂടെ ഒരു സെറ്റായിട്ട് വരുന്നതാണ്. നമ്മളെല്ലാം ഒന്ന് അസംബിൾ ചെയ്ത് വെക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പം നൈഫ് ഹോൾഡർ എന്ന് പറയുന്നതെങ്കിലും ഇതിനകത്ത് ഇത്രയും സാധനങ്ങളെല്ലാം നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു കടായിയാണ്, ലിഡൊക്കെ ഉള്ള ഒരു കടായിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ആയി. അതിനുശേഷം ഞാൻ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു കടായി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഈ കടായിയുടെ ലിങ്കും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എത്ര രൂപയാണെന്നൊക്കെ. അപ്പോൾ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത് ഞാൻ ഇപ്പം പറയുന്നതാണ്. കുറേ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചു, എന്നിട്ട് അതിൻ്റെ ആ ഒരു പിടി വൈറ്റ് കളറായിട്ട് അത് അതേപോലെ ഇരിക്കുന്നുണ്ട്. അതിന് കറയൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ അത് മാത്രമല്ല ഇത് നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കാണുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാണോ എന്ന് തോന്നും. പക്ഷേ ഇത് നോൺ സ്റ്റിക്ക് ആണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. കുറച്ച് റേറ്റ് കൂടുതലുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നത് കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1199. പക്ഷെ ആ റേറ്റിന് ഇത് നല്ല വേർത്താണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല അടപ്പാണ്. പിടിയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല വുഡൻ പിടിയൊക്കെ ആയിട്ട്. വുഡൻ എല്ലാം തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് 22 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിട്ട് വരുന്നത്. 24ഉം 26ഓ 28ഓ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സൈസ് മതി. അപ്പോൾ ഒരുപാട് വലുത് ആവശ്യമില്ല. ഒരു കൊച്ചു ഫാമിലിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു കടായി. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ.
അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ മെയ് മാസത്തെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ വിന്നേഴ്സിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ മെയ് മാസത്തേക്ക് ടോട്ടൽ വന്ന മെയിലുകളുടെ എണ്ണം 4575 അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യാം. നമ്മളൊരു ലൈവ് ഡ്രോയിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. 4575 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് 1711 ആണ് കേട്ടോ സീരിയൽ നമ്പർ. അപ്പോൾ നമുക്ക് ആരാണ് 1711 നോക്കാം. 1711 ലിൻസി ചെറിയാൻ. മെയിൽ ഐ ഡി linsykilukkan92@gmail.com എന്നാണ്. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റുലേഷൻ ലിൻസി ചെറിയാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് വിന്നറിനെ സെലക്ട് ചെയ്യാം. 4575 സെക്കൻഡ് വിന്നറാണ് 310 ആരാ നോക്കാം. 310 മേരി ഷെറിൻ. മെയിൽ ഐ ഡി മേരി ഷെറിൻ സന്തോഷ് 9633@gmail.com. കൺഗ്രാറ്റുലേഷൻ മേരി ഷെറിൻ. അപ്പോൾ നമ്മുടെ ചിക്കൂസ് ഡൈൻ്റെ 2 വിന്നേഴ്സിനും കൺഗ്രാറ്റുലേഷൻ. വിന്നേഴ്സിനെ അവർ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അറിയിക്കുന്നതാണ്. ആമസോൺ വഴി നിങ്ങൾ ആവശ്യപ്പെട്ട സമ്മാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പിന്നെ ഇതിനു വേണ്ടിയിട്ട് യാതൊരുവിധ പേയ്മെന്റും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത മാസവും ഗിവ് അവേ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അത് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ മെയിൽ അയക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചു തുടങ്ങിക്കോളൂ. എന്ന് പറയുന്ന ട്രേ അല്ല, നമ്മുടെ കിച്ചണിലേക്കുള്ള ഒരു കൊച്ചു റാക്കാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ചെറിയ അടുക്കളയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടതായിട്ടുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഇതും അതുപോലെ ചെറിയ ഒരു റാക്കാണ്. നമുക്ക് എന്ത് സാധനങ്ങൾ വേണേൽ വെക്കാം. പാത്രങ്ങൾ, ചെറിയ ചെറിയ പാത്രങ്ങൾ വേണമെങ്കിൽ വെക്കാം. ഇല്ലെങ്കിൽ ഉള്ളിയും സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ സെപ്പറേറ്റ് ആക്കി വെക്കാം. ഇത് ഇതിൻ്റെ അടിയിൽ വെക്കാനുള്ള വീലാണ്. വെറുതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അസംബിൾ ചെയ്യാൻ എളുപ്പമാണ്. എന്നെ പോലുള്ളവർക്കൊക്കെ അസംബിൾ ചെയ്യാൻ എളുപ്പമാണ്. വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഇതിപ്പോൾ വേണമെങ്കിൽ 2 സ്റ്റാൻഡായിട്ട് വെക്കാം കേട്ടോ. ഒറ്റ സ്റ്റാൻഡായിട്ടോ 2 സ്റ്റാൻഡായിട്ടോ വെക്കാം. അപ്പോൾ ഒന്നിൽ വീലുണ്ടാവും, ഒന്നിൽ വീലുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അടിയിൽ സവാളയും കുറച്ച് സാധനങ്ങളെല്ലാം വെച്ചിട്ട് മുകൾ ഭാഗത്ത് മിക്സിയുടെ ജാറുകളും ചെറിയ പാത്രങ്ങളും ഒക്കെ വെക്കാനാണ്. ഇതിപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ മൊട്ട് വെക്കണം. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ അല്ലേ, നമുക്ക് വെച്ച് അടച്ചു വെക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും ഇത് കാണാനായിട്ട്. ഇതിപ്പോൾ അടുക്കളയിൽ മാത്രമല്ല, നമുക്ക് ലിവിംഗ് റൂമിൽ വെക്കാം, ബെഡ്റൂമിൽ വെക്കാം, എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവമാണ്. ഇവിടെ വേണം വെക്കാം. കൊള്ളാം അല്ലേ? സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അതിൻ്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ വാഷ് ബേസിൻ്റെ ടവലുകളോ ഒക്കെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഞാനിവിടെ വെക്കാനല്ല, അടുക്കളയിലേക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ഇപ്പോൾ അടുക്കളയിൽ വെക്കുമ്പം ഞാൻ ഈ ഒരു രീതിയിലല്ല വെക്കുക, ഇങ്ങനെ തിരിച്ച് വെക്കുക. അപ്പം നമുക്ക് കുറച്ച് സ്പേസിൽ നമുക്കിങ്ങനെ ഉള്ളിലോട്ട് കയറ്റി ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തേച്ച് തിരിച്ചങ്ങോട്ട് വെക്കാമല്ലോ. നല്ല സാധനം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചിട്ടെ. ഇതെന്താണെന്നറിയാം, നമ്മുടെ ടേൺ ടേബിൾ കേട്ടോ. പഴയ ടേൺ ടേബിളില്ലേ, ഒരു യെല്ലോ കളറൊക്കെ ആയിരുന്നു. ഇവിടെ കാണാൻ ഒരു ലുക്കൊന്നും ഇല്ലായിരുന്നു. ഇത് പെയിൻ്റ് അടിച്ചു. മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ അടുക്കളയിൽ കുറേ പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ കുപ്പിയുടെ അടപ്പിൻ്റെ മുകളിലൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുള്ള അതിൻ്റെ ലിങ്ക് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആ പെയിൻറ്റ് തന്നെ ഇതിലടിച്ചു. പക്ഷേ നല്ല ഭംഗി, മാറ്റ് ഫിനിഷിങ് പെയിൻ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോഴത്തേക്കും ഇതിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി കേട്ടോ. സ്പ്രേ പെയിൻ്റാണ്, എളുപ്പമാണ് ചെയ്യാനായിട്ട്. എളുപ്പത്തിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കൂടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നി, അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി കാണാം സാധനങ്ങൾ. സ്റ്റാൻഡാണ് ഇത്. അടുക്കളയിലേക്കല്ല, എനിക്ക് ചെടി വെക്കാനായിട്ട് 4 സെറ്റാണ് ഈ ഒരു സ്റ്റാൻഡ്. ചട്ടിയാണെങ്കിലും ഗ്രോ ബാഗ് ആണെങ്കിലും ഒക്കെ ടെറസിൻ്റെ മുകളിൽ വെറുതെ വെക്കരുതെന്ന് പറയില്ലേ നമ്മൾ. ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും. ഇനിയിപ്പം 4 കൂടെ വാങ്ങണം. നല്ലതാണോ നോക്കിയിട്ട് പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് 4 മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഒന്നിൽ 2 ചട്ടി, അല്ലെങ്കിൽ ചെറിയ ചട്ടിയാണെങ്കിൽ 3 വെക്കാം, വലുതാണെങ്കിൽ 2 വെക്കാം. ഇപ്പം അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മോപ്പാണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ള ഒരു മോപ്പാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് മാത്രം പൊട്ടിപ്പോയി, അതിൻ്റെ സ്പ്രിങ് ആക്ഷൻ പോയിപ്പോയി, അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ആമസോണിൽ തപ്പിയപ്പോഴാണ് ഇത് മാത്രമായിട്ട് കിട്ടുമെന്ന് അറിഞ്ഞത്. ഇതിൻ്റെ ഈ ഒരു പോർഷന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്റ്റിക്കാണ് ചീത്തയായത്. അങ്ങനെ പിന്നെ അത് വാങ്ങിച്ചതാട്ടോ. നല്ല സാധനമാണ് ഉപയോഗിക്കാനായിട്ട്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അതെനിക്ക്. ഇതിപ്പോൾ വാങ്ങിച്ചതിന് ശേഷം ഞാൻ കുറേ പ്രാവശ്യം ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പോൾ തുടയ്ക്കുന്ന ആ ഒരു ക്ലോത്ത് 2 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ചീത്തയാവുകയാണെങ്കിൽ ഒരെണ്ണം മാറ്റിയിടാമല്ലോ. അപ്പോൾ ഇതെനിക്ക് അറിയില്ലായിരുന്നു ഇത് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ വിചാരിച്ചു മൊത്തമായിട്ടേ വാങ്ങാൻ കിട്ടുള്ളൂ എന്ന്.
അപ്പോൾ അത് ഓൺലൈനിൽ അവൈലബിൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. സാരി കവർ സെറ്റാണ്, 6 എണ്ണമുള്ള സെറ്റാണ് കേട്ടോ. ഇതും അത് തന്നെയാണ്, 3 എണ്ണമുള്ള വേറൊരു സെറ്റ്. രണ്ട് ബ്രാൻഡ് വാങ്ങിച്ച് നോക്കിയതാണ്. സാരിയൊക്കെ അടുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും താഴെ തൊരണം വലിക്കുമ്പോൾ മേലെ നിന്നെല്ലാം കൂടെ മറിഞ്ഞു വീഴും, അങ്ങനെ എല്ലാം സ്കാറ്റേഡ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിക്കാമെന്ന്. സാരി കവർ ഒരെണ്ണത്തിൽ കുറേ സാരി വെക്കാം കേട്ടോ. അപ്പോൾ ക്വാളിറ്റി ഉണ്ട്, മെറ്റീരിയലും നല്ല മെറ്റീരിയൽ തന്നെയാണ്. സിബാണ്. ഇവിടെ ട്രാൻസ്പെറൻ്റ് ആണ്, അപ്പോൾ നമുക്ക് സാരി ഏതൊക്കെ സാരിയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്കിത് മാത്രം തുറന്നിട്ടിങ്ങ് എടുക്കാം. ഇത് നമുക്ക് ഇതിനകത്ത് വെച്ച് നമുക്ക് അലമാരിക്കകത്തും എടുത്ത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അവിടെയും വെക്കാം. സിബും കുഴപ്പമില്ല കേട്ടോ, നല്ല സിബൊക്കെ തന്നെയാണ്. അടുത്ത സെറ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇത് 3 എണ്ണം ഉള്ളതാണ്. ഇതിന് 196 രൂപയോ അങ്ങനെ എന്താണുള്ളത്. റേറ്റൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഇതും അതേപോലെ തന്നെ കേട്ടോ, വലിയ വ്യത്യാസം. പക്ഷേ ഇത് കുറച്ചുകൂടെ ചെറുതാണ്, മറ്റേത് ഇച്ചിരി വലുതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒതുങ്ങിയിരിക്കും ഇതെന്ന് തോന്നുന്നുണ്ട്. ചെറിയ അലമാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മതി. ഇതിൻ്റെ സിബിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് നോട്ടെ. സ്മൂത്താണ്. ഇതിനുണ്ട് സൈഡ് ട്രാൻസ്പെറൻ്റ് ആണ്. അങ്ങനെ നമുക്ക് അടച്ചു വയ്ക്കാം. ഞാൻ സാരിയൊക്കെ ഇട്ടിട്ട് എടുത്ത് കാണിക്കാം. അപ്പോൾ ഞാൻ സാരിയൊക്കെ എടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പം നല്ല ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അലമാരിക്കകത്ത് ഇങ്ങനെ വേണമെങ്കിൽ എടുത്ത് വെക്കാം, അതവിടെ ഇരുന്നോളും. ആവശ്യമുള്ള സെറ്റ് മാത്രം ഇങ്ങനെ എടുത്തിരുന്നാൽ മതിയല്ലോ. അത്രയേ ഉള്ളൂ. ഇനി ഞാൻ അടുത്ത് വാങ്ങിച്ച സാധനം ഹാങ്ങർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 5 ലെയർ വാർഡ്രോബ് ഹാങ്ങറാണ്. അപ്പം നമ്മൾ സാധാരണ ഹാങ്ങർ പോലെയല്ല, മൾട്ടി കളർ. 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. 5 എണ്ണം 25 എണ്ണം ഇടാം. ഇതിപ്പോൾ 329 രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ്. 5 എണ്ണത്തിനും കൂടി കൊള്ളാം അല്ലേ സാധനം. ഇത് ഞാൻ ഹാങ്ങറിൽ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇതാണേ, ഇങ്ങനെ നമുക്ക് തൂക്കിയിടാം. നല്ല എന്താ പറയുക, സ്പേസ് സേവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ജീൻസ് ഇടാം, പാൻസ് ഇടാം, ടീഷർട്ട് ഇടാം, ചുരിദാറിൻ്റെ ടോപ്പ്, ചുരിദാറിൻ്റെ പാൻറ്റൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാം. ഞാൻ ജീൻസ് എടുത്ത് കാണിച്ചു തരാം. ഇത് ജീൻസും പാൻസും എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടതാണ്. നല്ല റേറ്റാണ് ജീൻസ് അല്ലേ. അപ്പോൾ ഇതിടാം കേട്ടോ, നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കുറച്ച് സാധനങ്ങൾ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതിലേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.